ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 31 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടത് പണിപ്പുരയിലോട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ആദ്യം എന്താ പറയുക, വൈൽഡ് കാർഡ് എൻട്രീസ് എന്നുള്ള ആൾക്കാരെ ഇവർ കണ്ണ് കെട്ടി ഒരു ഇതായിട്ട് ആദ്യം അതിനകത്തുള്ളതെല്ലാം നോക്കി വെച്ചിട്ട് പിന്നെ കണ്ണ് കെട്ടി കൊണ്ടുപോയി സാധനം എടുത്ത് വരിക ബസറിന് മുമ്പ് എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൗസ് മെയ്റ്റ്സിൽ ഇപ്പം നമ്മുടെ ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ സഹായം, അതായത് ബിന്നിക്കും പിന്നെ നവീനും അവർ കുറച്ചും കൂടെ നല്ലൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഗെയിം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുണ്ടാവില്ല. പക്ഷേ ഇവരെന്തായാലും അത്രയ്ക്ക് അവരുടേതായിട്ടുള്ള ചെറിയ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താണെങ്കിലും അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എടുത്തത് മൊത്തം ചെറിയ പണിയായത് കാരണം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് കിട്ടിയ മെയിനായിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അനുമോളും പിന്നെ ഒന്ന് നവീനും, ഇവർ രണ്ടുപേരും കുറച്ച് നേരത്തേക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. അവരൊരു ടൈം പീരീഡ് കൊടുത്തിരുന്നു. ആ ടാസ്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായി എന്താ പറയുക, രണ്ടുപേരും നന്നായിട്ട് തന്നെ കളിച്ചു. നിവിനെ അങ്ങനെ ആരും അത്ര വലിയ പ്രൊവോക്ക് ചെയ്യാൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ അനുമോളുടെ പിന്നാലെ തന്നെയായിരുന്നു പനിശരത്തും മക്ബൂറൊക്കെ. അപ്പം പനിശരത്തായിരുന്നു കൂടുതൽ അനുമോളുടെ പിന്നാലെ, അനുമോളെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അനുമോളാണെങ്കിൽ പിന്നെ ഫുൾ ടൈം അനുമോളിൻ്റെ ആ ഒരു പാവക്കുട്ടീനെയും പിടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് അനുമോളെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അനുമോൾ എങ്ങനെയൊക്കെയോ ആക്ടിങ്ങും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ടാസ്ക് അനുമോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ നവീന് ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ അത് പറ്റി. പക്ഷേ മസ്താനിയുടെ ഉള്ള ഒരു ചെറിയൊരു ഡിസ്കഷനിൽ നവീൻ അറിയാണ്ട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ നവീനെ ബിഗ് ബോസ് വോൺ ചെയ്തു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളൊരിതിൽ. അങ്ങനെ അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് എന്താ പറയുക, ഹൗസ് മെയ്റ്റ്സ് ഇപ്പോൾ മിക്ക ദിവസങ്ങളും നമ്മൾ ചില ആൾക്കാർ ഉറങ്ങുന്നത് കണ്ടു. പക്ഷേ ഇന്നലെ 2-3 പേര് ഒരുമിച്ച് ഉറങ്ങുന്നത് പോലെ നമ്മൾ കണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റനെയാണ് എന്താ പറയുക, ഇവർ ഉറങ്ങുന്ന ആൾക്കാരെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനായിരുന്നു ഇന്നലെ ബിഗ് ബോസ് ശിക്ഷ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നവീനോട് 100 റൗണ്ട് ഓടാനും പറഞ്ഞിരുന്നു. ബോർഡിൽ ഇനി ഉറങ്ങില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാനും പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും നവീൻ്റെ ആ ഒരു കഷ്ടപ്പാടും ഇതും കാരണമായിരിക്കാം മേ ബി. പിന്നെ ഫസ്റ്റ് ടൈം ശരിക്കും ക്യാപ്റ്റൻ ഓക്കെ, ക്യാപ്റ്റന് നോക്കണമായിരുന്നു ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ. പക്ഷേ എന്താ ക്യാപ്റ്റൻ്റേതായിട്ടുള്ള ടാസ്കിൻ്റെ ഒരു ഇതിനകത്ത് ചിലപ്പോൾ നവീന് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ എത്ര നമുക്കിപ്പോൾ എല്ലാവരെയും ഒരേപോലെ ഒരേ സമയത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും മറ്റുള്ളവർക്ക് ഉറങ്ങിയതിൻ്റെ ശിക്ഷ നവീനാണ് എന്താ ചെയ്യാൻ പറ്റിയത്. പക്ഷേ എന്തോ ഇതിൽ ബിഗ് ബോസ് 10 റൗണ്ട് കഴിഞ്ഞതും തന്നെ നവീനോട് നിർത്താൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നവീൻ രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഉറങ്ങിയ ആൾക്കാരെ ആയിരുന്നു 10 തവണ ഓടിക്കേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു, നവീനെ എന്താ പറയുക ഓടിക്കണതിന് പകരം. കാരണം ഇങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റനല്ല ശിക്ഷ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി മറ്റുള്ളവർ ഉറങ്ങും. ഇത് ഉറങ്ങിയ ആൾക്കാരെ തന്നെ ഓടിപ്പിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഉറങ്ങാതിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ജയിൽ ടാസ്ക്കാണ്. ജയിൽ ടാസ്കിനകത്ത് പറഞ്ഞ പോലെ ജിസയിലും അനുമോളുമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വന്നു. എനിക്ക് തോന്നുന്നു അവരവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു അത്ര വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അവർ എന്താ പറയുക ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ വേറെ ഈ പറഞ്ഞ പോലെ കണ്ടത് ആതിരയും അതേപോലെ ഷാനവാസും കൂടെ അനുമോളെ കുറിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് അനുമോളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അനുമോളിൽ ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ അനുമോള് എല്ലാം കണ്ടൻറ്റാണ്. ഇപ്പോൾ ഈവൻ കരയുന്നതാണെങ്കിലും പാവക്കുട്ടീനെ പിടിക്കുന്നതാണ് എല്ലാം അനുമോൾക്കൊരു കണ്ടൻറ്റാണ്. പണ്ട് സ്ഥിരം കരഞ്ഞിരുന്ന ആളായിരിക്കും, ഇപ്പോൾ ഒരു പാവക്കുട്ടി കാരണം അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അനുമോളെ കുറിച്ചിട്ടാണ് തോന്നുന്നു എന്താ പറയുക, ഇവർ ഷാനവാസും മാധുരിയും ചെറിയൊരു ഡിസ്കഷൻ ചെയ്യുന്നൊരിത് കണ്ടു നമ്മൾ. അപ്പോൾ അതേപോലെ തന്നെ വൈൽഡ് കാർഡിൽ വന്ന ആൾക്കാരും ചെറിയൊരു ഡിസ്കഷനിലുണ്ടായിരുന്നു മറ്റുള്ള ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ചിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ വീട്ടിനകത്ത് 3-4 ഗ്രൂപ്പുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം മറ്റുള്ള വൈൽഡ് കാർഡ്സ് ആണെങ്കിലും മറ്റ് ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരെ ടാർഗറ്റ് ചെയ്യണം, ഇപ്പോൾ ശൈത്യ വേണ്ട, രേണു സുധി വേണ്ട, ബാക്കി എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി പ്ലാൻസ് ഒരു ഭാഗത്ത് ഹൗസ് മെയ്റ്റ്സ് അറിയാതെ
കളിയാക്കുന്നുണ്ട്. അത് ഇവർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടു. എനിക്ക് തോന്നുന്നു അതിന് ഒരു പരിധി വരെ സാബുമാൻ ഒരു ഇതില്ല. സാബുമാൻ എല്ലാവരോടും നന്നായി സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരുടെ ആ കൂട്ടത്തിൽ അധികം കാണാറില്ലാത്ത ഒരാൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സാബുമാനെ. പിന്നെ നമ്മൾ എന്താ പറയുക, അങ്ങനെ എന്താ അറിയില്ല, ഇവർ ചിലപ്പോൾ ഹൗസ് മേറ്റ്സിനെതിരെ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ഓരോരുത്തരെ വേണം വെച്ച് ടാർഗറ്റ് ചെയ്തിട്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ വേറൊന്ന് കണ്ടത് വൈൽഡ് കാർഡ്സിൻ്റെ ജീവിതകഥ പറയാൻ, ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു. അതിൽ ഏറ്റവും നല്ല ആൾക്കാർക്ക് ബിഗ് ബോസ് ഓരോ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ ഇന്നലെ കണ്ടു. എല്ലാവരും അവരുടേതായിട്ടുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പറഞ്ഞു. അതിന് ഇതായിട്ട് നമ്മൾ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി ഇന്നലെ കേട്ടു. പിന്നെ എന്താ പറയുക, നൂറയുടെ ലൈഫ് സ്റ്റോറി ഇന്നലെ കേട്ടു. അപ്പോൾ അനീഷിൻ്റെ എനിക്ക് തോന്നുന്നു അനീഷിനെ കുറച്ചും കൂടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കാരണം ഇത്രയും നല്ലൊരു ക്വാളിഫൈഡും ഇത്രയും നല്ല ഒരു എന്താ പറയുക പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ആ വീട്ടിനകത്ത് വേറുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് എല്ലാത്തിലും എല്ലാ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് സീസണിൽ രഞ്ജിത്ത് സാറിനെ പോലെ കുറച്ച് എന്താ പറയുക അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഈവൻ നമുക്ക് ഓഡിയൻസിനാണെങ്കിലും കോമണേഴ്സിന്ന് ഒരാൾ ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക കുറച്ച് നല്ലൊരിതാണ്. എന്താ പറയുക, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തില്ല. പുള്ളി പറഞ്ഞതിന് ശേഷമാണ് പേഴ്സണലി എനിക്കും തോന്നിയത്, എന്താ പറയുക, അനീഷ് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ്. ചിലപ്പം മേ ബി അതായിരിക്കാം പുള്ളിക്ക് ചില ആക്ടേഴ്സിനാണെങ്കിലും ഒന്നും അറിയാതെ ഇരിക്കുന്നത്. കാരണം പുള്ളി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരാളായത് കാരണമായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും മൊത്തത്തിൽ ഇന്നലെ നന്നായിരുന്നു. എന്താ പറയുക, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡായിട്ട് ഞാൻ നാളെ വരാം 32nd റിവ്യൂ ആയിട്ട്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.